ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഓഡിറ്റിംഗ് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. സോ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒരു റിമൈൻഡർ പോലെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വലുതായിട്ട് സമയം എടുക്കത്തില്ല, ജസ്റ്റ് 3 minutes വീഡിയോ ആണ്. റിഗാർഡിംഗ് ദി MCQs. MCQs നമുക്ക് എല്ലാവർക്കും അറിയാം, 30 മാർക്സ് ആണ്. അതിൽ നെഗറ്റീവ് ഒന്നുമില്ല, ടെൻഷൻ അടിക്കരുത്. MCQ ഒന്നില്ലെങ്കിൽ ആദ്യം എഴുതുക, ആദ്യത്തെ 2 to 2:30 ടൈം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സേ 3 to 3:30. എൻ്റെ ഒരു അഡ്വൈസിൽ ബെറ്റർ നോട്ട് ടു അറ്റംപ്റ്റ് ടുവേർഡ്സ് ദി എൻഡ്. എന്തുകൊണ്ടാണ്? ടുവേർഡ്സ് ദി എൻഡ് 4:30 to 5 നമുക്ക് കുറച്ചൊരു ടെൻഷനിലായിരിക്കും അല്ലേ, പേപ്പർ കൊടുക്കണം, ഫിനിഷ് ഓഫ് ചെയ്യണം. സോ ദാറ്റ്സ് ജസ്റ്റ് മൈ അഡ്വൈസ്. സോ ഗോയിങ് ബാക്ക് ടു ദി MCQ ടിപ്സ്. MCQന് മാക്സിമം 25 to 30 minutes എടുക്കുക. സെക്കൻഡ്, സ്റ്റക്ക് ആവുക എന്ന് തോന്നുവാണെങ്കിൽ യൂസ് ദി റൂളിംഗ് ഔട്ട് ടെക്നിക്. എ ഓപ്ഷൻ അല്ല, ബി ഓപ്ഷൻ അല്ല, റൂളിംഗ് ഔട്ട് ചെയ്യുക. തേർഡ് തിങ്, റിഗാർഡിംഗ് ദി കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ, പാസേജ് തരും, ഒരു വലിയൊരു പാരഗ്രാഫ് തരും, എന്നിട്ട് 4 ഓപ്ഷൻ. സ്റ്റാർട്ട് റീഡിങ് ഫ്രം ദി ലാസ്റ്റ് സെൻറ്റൻസ്. ലാസ്റ്റ് സെൻറ്റൻസിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യനിൽ എന്താണ് വേണ്ടതെന്നൊരു ഹിൻറ്റ് ഇരിക്കുന്നത്. ഫോർത്ത് തിങ്, റിഗാർഡിംഗ് ദി ഇൻറ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി വിച്ച് റൺസ് ഇൻ ടു 1-2 പേജസിലേക്ക് പോകുന്നത്, യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് ഇന്ന് പാസേജിലേക്ക് വായിക്കുക. വായിക്കുമ്പം ശ്രദ്ധിക്കുക, ഡോണ്ട് മിസ് ഔട്ട് എനി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഈ ഇയറിൽ ചിലപ്പോൾ ഈ ന്യൂമറിക്സിലൊക്കെ കീ വേർഡ്സ്, കീ തിങ്സ് കാണും. നൗ MCQസിൽ വൺ മോർ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസസ്, ഒരിക്കൽ നമ്മളൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു റീഡ്. വീണ്ടും വീണ്ടും നമ്മൾ വായിച്ചിരുന്നാൽ നമ്മുടെ സമയവും പോവും, മാത്രമല്ല നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേടാ. ഓക്കെ, ദാറ്റ്സ് റിഗാർഡിംഗ് ദി MCQ പാർട്ട്. നൗ റിഗാർഡിംഗ് ദി ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. ഈ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ നമുക്ക് 70 മാർക്സ് ആണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് അല്ലേ. സോ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ 15 minutes റീഡിംഗ് ടൈം, വെരി വെൽ യൂസ് ഇറ്റ്. ഈ 15 minutes എന്ത് ചെയ്യണം? എൻ്റെ ഒരു അഡ്വൈസിൽ ചൂസ് ദി ലീവിങ് ഔട്ട് ഓപ്ഷൻ ഫസ്റ്റ്. ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ലീവ് ഔട്ട് ചെയ്യാൻ പോവാം, ആ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക ആദ്യം 15 minutes. ഓക്കെ, ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഓരോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും ഒരു സ്ട്രക്ചേർഡ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് വിത്ത് എ ഹെഡിങ്. തേർഡ് തിങ്, നമുക്ക് ആൻസർ എഴുതുമ്പം എപ്പോഴും സ്പെസിഫിക്കലി എഴുതുന്നതാണ് ബെറ്റർ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആൻസർ പേപ്പർ എടുക്കുമ്പം നമ്മൾ കൂടുതൽ ജനറലി ആണ് എഴുതാനുള്ളൊരു ടെൻഡൻസി റാദർ ദാൻ സ്പെസിഫിക്, എസ്പെഷ്യലി സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്, സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. സോ ബി കെയർഫുൾ, വി ഹാവ് ടു ആൻസർ. എങ്ങനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്? എങ്ങനെ സ്പെസിഫിക്കലി ആൻസർ ചെയ്യുക റാദർ ദാൻ ജനറലി. സോ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ കിട്ടുമ്പം ആലോചിക്കുക, അയ്യോ ഇത് ഏത് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ ആണ്, ഓർ ഏത് ചാപ്റ്റർ ആണ്? ഓക്കെ ഇത് ഈ പെർട്ടിക്കുലർ എസ്സേ ആണ്. ഈ എസ്സേയിൽ തന്നെ ഏത് ഭാഗമാണ്? ഓക്കെ, ദിസ് ഇസ് ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട്. എന്നിട്ട് ആ പാർട്ട് എലാബറേറ്റ് ചെയ്യാം. ദെൻ റൈറ്റ് ഇറ്റ് ഇൻ എ പ്രസൻറ്റേഷൻ ഫോമാറ്റ്. ഇപ്പം ദർ ഇസ് എ ഫോമാറ്റ് അല്ലേ, കോൺസെപ്റ്റ് എഴുതാം, ദെൻ ഇൻ ദി ഗിവൻ കേസ് എഴുതാം, കൺക്ലൂഷൻ എഴുതാം. എല്ലാത്തിനും ഇങ്ങനെ ഇല്ല, എന്നാലും മേജർ ഓഫ് ദി ക്വസ്റ്റ്യൻ ഇഫ് ഇറ്റ് ഇസ് എ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ. ഓക്കെ, now finally use the keywords, technical words. എല്ലാം പറഞ്ഞു. ഈ 3 മണിക്കൂർ ഓക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഞങ്ങളെ കൊണ്ട് പറ്റും, ഞങ്ങൾ ഇത്രയും ദിവസം കറക്റ്റായിട്ട് പഠിച്ചു. ഈ 3 മണിക്കൂറിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് ചെയ്യും. ആൻഡ് വി വിൽ പാസ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഡു വെൽ.